പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമുക്കിന്ന് അല്പം ഗ്രില്ലുണ്ടാക്കിയാലോ? അപ്പം ഞാനൊരു 2.5 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. സ്കിന്നൊക്കെ കളഞ്ഞ് നന്നായിട്ട് നമുക്ക് ക്ലീൻ ചെയ്ത് നന്നായിട്ട് വരഞ്ഞ് എടുക്കാം. അതിനുശേഷം നമുക്കൊരു പാത്രം എടുത്തിട്ട് ആ പാത്രത്തിലോട്ട് നമുക്ക് കുറച്ച് തന്തൂരി ചിക്കൻ മസാല ഇടാം. അപ്പം ഞാൻ തന്തൂരി ചിക്കൻ മസാലയാണ് പാക്കറ്റായിട്ടാണ് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മസാല നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതേപോലെ തന്നെ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി 2 സ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ഹോം മെയ്ഡാണ്, അപ്പോൾ അതിന് കുറച്ച് കളർ കുറവാണ്. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അതൊരു 2 സ്പൂണ് ഞാൻ ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടിയും കുറച്ചും എടുക്കാവുന്നതാണ്. പിന്നെ അതിനോട് ചേർന്ന് ഞാൻ കുറച്ച് തൈര് എടുത്തിട്ടുണ്ട്. ഒരു 5 സ്പൂൺ തൈരാണ് ഞാനിപ്പം ഇവിടത്തേക്ക് എടുത്തിരിക്കുന്നത്. ഇനിയും നമുക്ക് ഈ ചേരുവയോട് കൂടി പകുതി മുറിച്ച് നാരങ്ങ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പം നാരങ്ങ നന്നായിട്ട് പിഴിഞ്ഞ് അതിൻ്റെ നീരെടുത്ത് അതുമായിട്ട് നമുക്ക് ഒന്നിച്ച് ചേർക്കാവുന്നതാണ്. നമുക്ക് ആ ചേരുവയുടെ കൂട്ടത്തിൽ നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾക്ക് എത്രത്തോളം ഉപ്പ് വേണോ അത്രത്തോളം ഉപ്പ് നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. അപ്പോൾ ഉപ്പ് ചേർത്തതിന് ശേഷം നമുക്കത് നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. അപ്പം നിങ്ങൾക്ക് സ്പൂണ് വെച്ച് യോജിക്കുന്നവർക്ക് സ്പൂണ് വെച്ചിട്ട് യോജിക്കാം. പക്ഷേ എനിക്ക് കംഫർട്ടബിൾ ഞാൻ കൈ കൊണ്ട് ഇളക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ നന്നായിട്ട് കൈ കൊണ്ടാണ് മിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കൈ കൊണ്ട് മിക്സ് ചെയ്യുമ്പോൾ നന്നായിട്ട് എല്ലായിടത്തും കറക്റ്റ് നല്ല ലെവലിൽ കൂടി നമുക്ക് എല്ലാം ശരിക്കും മിക്സ് ആകുവാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇനി നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കനിലോട്ട് ഈ മസാല നമുക്ക് നന്നായിട്ട് തേച്ച് കൊടുക്കാവുന്നതാണ്. മസാലയെല്ലാം നന്നായിട്ട് നമ്മൾ പുരട്ടി വെച്ചതിന് ശേഷം നമുക്ക് 1 മണിക്കൂർ അത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇനി നമുക്ക് ഓവൻ പ്രീഹീറ്റ് ചെയ്തിട്ട് അതിലോട്ട് നമുക്ക് ചിക്കൻ്റെ പീസുകൾ നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കാം. നമുക്ക് ഇത് അടച്ചു വെച്ചിട്ട് നമുക്ക് ടെമ്പറേച്ചർ സെറ്റ് ചെയ്ത് അതിൻ്റെ ടൈമർ സെറ്റ് ചെയ്ത് നമുക്ക് വെക്കാം. നമുക്ക് പകുതി വെന്ത് കഴിയുമ്പോൾ നമുക്ക് ആ ചിക്കൻ്റെ പീസുകളൊന്ന് എടുത്ത് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ചിക്കൻ നന്നായി വെന്ത് കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് അത് ഓപ്പൺ ചെയ്തിട്ട് കുറച്ച് നേരം വെക്കാം. അപ്പോൾ അതിൻ്റെ ആവിയൊക്കെ പോകും. അതിനുശേഷം നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് നമുക്ക് മാറ്റാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിഷിനോട് ചേർത്ത് ഇത് കഴിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീണ്ടും മറ്റൊരു നല്ലൊരു വീഡിയോയുമായി നമുക്ക് കാണാം.